शिव शम्भो स्वयम्भो शिव शम्भो स्वयम्भो शिव शम्भो स्वयम्भो शिव शम्भो स्वयम्भो നമസ്തേ. എന്താ പേര്? അർജുൻ. പിന്നെ നമ്മളെ ഈ ക്ഷേത്രത്തിൻ്റെ പേരെന്താ മോനെ? തലവിൽ ദൈവത്താറാണ് അല്ലേ? അപ്പോൾ പിന്നെ ഇത് എത്ര കാലവർഷ പഴക്കമുണ്ടാവും ഇവിടെ? ക്ഷേത്രത്തിന്റെ വിഗ്രഹത്തിന് ഏകദേശം 750 മുകളിൽ വർഷം പഴക്കമുണ്ടെന്ന് പറഞ്ഞു. ക്ഷേത്രവും ക്ഷേത്രത്തിന്റെ ഐതിഹ്യം പ്രകാരം ഇവിടെ ഒരുപാട് സിദ്ധ മുനിയറകൾ ഒരുപാട് സിദ്ധ സമാധി സ്ഥലങ്ങൾ. അപ്പോൾ സിദ്ധ സമാധി സ്ഥലത്ത് മഹാശിവയോഗി പ്രതിഷ്ഠ നടത്തിയ വിഷ്ണുക്ഷേത്രമാണ്. ഏകദേശം 2500 വർഷം പഴക്കം ഈ ശിലായുഗ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഈ മുനിയറകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ മുനിയറകളിൽ അധിവസിച്ചിരുന്ന സിദ്ധ പരമ്പരകൾ അവരുടെ ജീവസമാധി ഒക്കെയുള്ള സ്ഥലത്ത് ഒരു മഹാശിവയോഗിയുടെ കാർമ്മികത്വത്തിൽ സിദ്ധിപ്രതിഷ്ഠ നടത്തിയ സ്ഥലമാണ് ഈ ക്ഷേത്രം. അപ്പോൾ ക്ഷേത്രം തകർന്നു കിടന്നിട്ട് ഒരുപാട് കാലമായി. കഴിഞ്ഞ 2024 ഏപ്രിലാണ് പ്രതിഷ്ഠ കഴിഞ്ഞത്. 2021 ഇതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പൂർണ്ണമായും തകർന്നു കിടന്ന ഒരു വിഷ്ണുക്ഷേത്രമായിരുന്നു അത്. ഭഗവാന്റെ ഇച്ഛ കൊണ്ട് ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ ആത്മസമർപ്പണം കൊണ്ട് ക്ഷേത്രം പൂർത്തിയായി ഈ കാണുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കുള്ള ഗൈഡൻസും കാര്യങ്ങളൊക്കെ എത്തുന്നത് സിദ്ധ യോഗ പാരമ്പര്യത്തിൽ ഉൾപ്പെടുന്ന ഒരുപാട് ആചാര്യന്മാരുടെയും ഗുരുപരമ്പരകളുടെയൊക്കെ നിർദ്ദേശപ്രകാരമാണ് എത്തിയത്. പിന്നെ ഇത് നിങ്ങളെ കൈവശം എങ്ങനെയാണ്? തറവാട്ട് ക്ഷേത്രമാണോ എങ്ങനെയാണോ? അല്ല, ഈ നാടിന്റെ ദേശനാഥനായിട്ടിരിക്കുന്ന ക്ഷേത്രമാണ്. ഒരുപാട് കാലഘട്ടങ്ങളായിട്ട് ഇത് തകർന്നു കിടക്കുകയായിരുന്നു. അങ്ങനെ നാട്ടുകാരുടെ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി. ആ സമയത്ത് ഒരു കോവിഡൊക്കെ വന്നതിന് ശേഷം അതൊക്കെ മാറി പിന്നീട് ട്രസ്റ്റ് ഫോം ചെയ്തിട്ട് ആ വഴിയിലായിരുന്നു കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയത്. ഇപ്പോൾ ചാരിറ്റബിൾ ട്രസ്റ്റാണ് ഈ ക്ഷേത്രം കൊണ്ടുപോകുന്നത്. ഇതിന്റെ പരിപാലനവും ഇതിന്റെ നിർമ്മാണമൊക്കെ നടത്തി വരുന്നത്. എത്ര അംഗമുണ്ട് ട്രസ്റ്റിൽ? അങ്ങനെ ഇപ്പോൾ 5 പേരാണ് ട്രസ്റ്റിലുള്ളത്. 5 പേരാണ്. അതെ. പിന്നെ മാതൃസേവാ സമിതി ഉണ്ടോ? സേവാ സമിതി ഉണ്ട്. മാതൃസമിതി പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരെല്ലാം നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് അല്ലേ? പിന്നെ ഇവിടുത്തെ പ്രതിഷ്ഠാ ദിനം എപ്പോൾ വരുന്നത്? ഇപ്പോൾ ഏപ്രിൽ 15-ാം തീയതി പുണർന്ന നക്ഷത്രത്തിലാണ് 2024 പ്രതിഷ്ഠ നടത്തിയത്. അപ്പോൾ ഒരു വർഷമായിട്ടുള്ളൂ. ഈ വർഷം പ്രതിഷ്ഠാദിന മഹോത്സവം ആദ്യമായിട്ട് ആചരിച്ചു. അതോടെ ശ്രീമദ് ഭാഗവത സപ്താഹത്തിൽ നിന്നിട്ടാണോ അല്ലെങ്കിൽ വിഷ്ണു വിഗ്രഹം ഇവിടെ നിന്നിട്ടാണുള്ളത്. ശംഖുചക്ര ഗതാപത്മവാരിയായിട്ടുള്ളത്. പ്രയോഗചക്രം പിടിച്ചിരിക്കുന്ന രീതി കാശി മഠിൽ മാത്രമേ ഇത്തരത്തിലുള്ളൊരു പ്രതിഷ്ഠ സങ്കല്പമുള്ളൂ. കർമ്മയോഗീശ്വര ഭാവത്തിലാണ് വിഷ്ണു ഇവിടെ കുടികൊള്ളുന്നത്. അതായത് കേരളത്തിന്റെ കാൽപാദം ശ്രീ പത്മനാഭസ്വാമി അഗസ്ത്യ മഹർഷിയുടെ പ്രതിഷ്ഠയിൽ മഹർഷി പ്രതിഷ്ഠ നടത്തി കാൽപാദം ശ്രീ പത്മനാഭനായിട്ടും മധ്യഭാഗം ബൃഹസ്പതി ഗുരുവായൂരപ്പനായിട്ടും തലഭാഗം തലവൽ ദൈവത്താറായി കർമ്മയോഗീശ്വര ഭാവത്തിൽ ഭഗവാനോടെ കുടികൊള്ളുന്നതാണ് നമുക്ക് കിട്ടിയ നിർദ്ദേശം. അതെ, ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നു പോകുന്നത് അല്ലേ? എത്ര ദിവസം ഉത്സവമാണ്? ഉത്സവത്തിന്റെ കാര്യങ്ങളൊന്നും നിശ്ചയിച്ചിട്ടില്ല. ശരിക്കും കൊടിയേറ്റോട് കൂടിയിട്ട് അതൊക്കെ നമ്മുടെ ഗോത്രാചാര പ്രകാരം കൊടിമരം കാര്യങ്ങളും ഒക്കെ ഭാവിയിലാക്കണം. നിലവിലൊരു ഉത്സവം, അതായത് സമ്പുഷ്ടമായ വിപുലമായിട്ടൊരു ഉത്സവം കണ്ടിട്ട് ഈ നാട്ടിൽ ആർക്കും പരിചയശീലവുമില്ല. ഇപ്പോൾ ഒരു ദിവസത്തെ തിടമ്പുറത്ത് ഉത്സവം പ്രതിഷ്ഠാപനത്തോടനുബന്ധിച്ച് ചെയ്യുന്നതാണ്. അതെ. പിന്നെ അത് തിടമ്പ് നിർത്തുണ്ടോ? തിടമ്പ് നിർത്തമാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ? ഇരട്ട തിടമ്പോ ഒറ്റ തിടമ്പാണ്. പിന്നെ ബാക്കി ആഞ്ജനേയും കണ്ടു, ഞാൻ ശാസ്താവിനെയും കണ്ടു. അതെ. അപ്പൊ ഇവിടെ നീരാഞ്ജനമൊക്കെ ചെയ്യുന്നുണ്ടോ? നീരാഞ്ജനം കാര്യങ്ങളൊക്കെ ഉണ്ട്. എള്ള് സമർപ്പണം. ഇവിടെ പ്രധാനമായിട്ട് മഹാവിഷ്ണുവും ഉപദേവന്മാരായിട്ട് ഗണപതിയും അന്നപൂർണേശ്വരിയും അതുപോലെ ആഞ്ജനേയ സ്വാമി, ശാസ്താവും വനജാമണ്ടി, അങ്ങനെ 5 ഉപദേവന്മാരാണുള്ളത്. ആഞ്ജനേയ സ്വാമി സിദ്ധാസനത്തിലാണ് ആഞ്ജനേയ സ്വാമി വിഗ്രഹം ഇവിടെ കൊള്ളിക്കൊള്ളുന്നത്. കേരളത്തിൽ തന്നെ സിദ്ധാസനത്തിൽ ഒരു കൈയിൽ അഭയമുദ്രയിൽ ജ്ഞാനം സ്വീകരിച്ച് വലത് കൈ അഭയമുദ്രയിൽ
അപൂർവ അനുഗ്രഹം ക്ഷേത്രങ്ങൾ കൊടുക്കുന്ന അപൂർവം ക്ഷേത്രങ്ങൾ എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഒരു പ്രതിഷ്ഠാ സങ്കല്പങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്ന ചിരഞ്ജീവിയായ ആഞ്ജനേയ എന്നുള്ള സങ്കല്പത്തിലാണ് സ്വാമിയുടെ കൂടിയുള്ളത്, കൂടിയിരിക്കുന്നത് അല്ലേ. പിന്നെ അതുപോലെ ആഞ്ജനേയ, അതായത് നമ്മള് ആഞ്ജനേയ ഇതുണ്ടല്ലോ, അതായത് നമ്മള് ശ്രീരാമ ദിനം പറയുന്നു, ആഞ്ജനേയ ദിന ജയന്തി എന്ന് പറയും അല്ലെ. അപ്പൊ ആഞ്ജനേയ ജയന്തിക്ക് ഇവിടെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഉണ്ട്. എല്ലാ ദിവസവും അന്നത്തെ വിശേഷ ആഞ്ജനേയ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. എല്ലാ ഉപദേവമാരുടെയും വൈശേഷികമായ ദിവസങ്ങളിൽ എല്ലാ ആചരണവും പിന്നെ കെട്ടുന്നറിയുണ്ടോ? കെട്ടുന്നറ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. ഭക്തജനങ്ങൾക്ക് ഇപ്പം ആലക്കോട് ഭാഗത്തുള്ളയോ അല്ലെങ്കിൽ പിന്നെ തളിപ്പുറം ഭാഗത്തുള്ള ഊട്ടക്കല്ല് ഇവിടെ എത്തിച്ചേരാൻ പറ്റുന്നേ. എല്ലാ മാസവും 15-ാം തീയതി ഉദയാസ്തമന പൂജ നടക്കാറുണ്ട്. അന്നത്തെ ദിവസം അന്നദാനം ഉണ്ടായിരിക്കും. പിന്നെ വൈശേഷികമായിട്ട് പൗർണമി ദിവസങ്ങളിൽ ഗുരുപൂജ നടക്കുന്ന അത്യപൂർവ ക്ഷേത്രങ്ങൾ. ഗുരുപൂജ ഗുരുവിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. ഈ ക്ഷേത്രത്തോടനുബന്ധിച്ചിട്ട് ശിവൻമല എന്ന് പറഞ്ഞൊരു മലയുണ്ട്. ആ മല ഇതിന്റെ ഒക്കെ ഗുരുസ്ഥാനമായിട്ട് സപ്തർഷികൾക്ക് ദക്ഷിണാമൂർത്തി ഭാവത്തിൽ ജ്ഞാനം കൊടുത്ത സ്ഥലമാണ്. ആ മലയുണ്ട്. മലയുടെ നമ്മളുടെ കുണ്ടലിനി ശക്തിയിൽ ബ്രഹ്മരന്ധ്രം പോലെ സങ്കല്പത്തിൽ അണ്ടാകൃതിയുടെ മലയിലെ ഒത്തനടുക്ക് ഗുഹയും അതോടനുബന്ധിച്ച് അവിടെ ശിവപാർവതി കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര ദൂരം ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ ദൂരത്തിലാണ് മലയുടെ മുകളിലാണ്. അവിടെ എന്തായാലും നിങ്ങൾ ഈ ഒരു സംഭവം ഒന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മളിപ്പോ നിങ്ങളെ പറ്റിയ കുറച്ച് കാര്യങ്ങളും പിന്നെ അതുപോലെ ഈ ക്ഷേത്രത്തിന്റെ കഷ്ടപ്പാടും വിഷമങ്ങളും മാത്രമേ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇവിടെ വന്നപ്പം ഭഗവാൻ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പം അതിനുശേഷം ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഇങ്ങോട്ട് ചോദിക്കുന്നത്. അത് നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കാം. ഇപ്പം ഇതിന്റെ പിന്നിൽ എന്ന് വെച്ചാൽ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടെന്നറിയാം. അപ്പം ഇന്ന് ഈ നിലയിൽ എത്തിക്കാൻ നിങ്ങൾ അത്രയധികം, കാരണം ജീവത്യാഗം ചെയ്യേണ്ട അവസ്ഥ പോലും വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇല്ലേ. അപ്പൊ അതിൽ നിന്ന് പോലും കരകയറി എനിക്ക് സാധിക്കില്ല എന്ന് വെച്ചെടുത്ത് സാധിപ്പിച്ച് കിട്ടിയ സംഗതിയായിരുന്നു അല്ലേ. അത് ഇവിടുത്തെ അതെ മഹായോഗിയുടെ അനുഗ്രഹം നല്ലോണം നിങ്ങൾക്കുണ്ട്. ഒരു അദൃശ്യ ശക്തി നിങ്ങളെ പിന്നാലെ തന്നെയുണ്ട് ഇല്ലേ. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങള് എനിക്ക് സാധ്യമാവാത്തത്. കാരണം പിന്നെ നിങ്ങൾ എനിക്ക് ഇവിടെ ഇഷ്ടം തോന്നിയ എന്താ വെച്ചാലും വരണം തോന്നിയ എന്താ വെച്ച് കഴിഞ്ഞാല് ആരുടെ ഒരു പ്രതിഫലം ഇച്ഛിക്കുന്നില്ല, ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഭഗവാനോട് എത്തിച്ചോളും. ഭഗവാന് വേണ്ടുന്ന അഗസ്ത്യ മഹർഷിയാണ് നമ്മുടെ ഗുരു. ഗുരു പറഞ്ഞിരിക്കുന്നത് തന്നെ ആരിലും ഭേദബുദ്ധി കാണിക്കാൻ വേണ്ടി പാടില്ല. മനുഷ്യനിൽ പ്രായ ജാതി മത വർണ്ണ ലിംഗഭേദം ഇല്ലാണ്ട് എല്ലാവരെയും ഒരു തോണിയിൽ ഒരു കടത്തുകാരന്റെ ഉത്തരവാദിത്തത്തോടുകൂടി നീ മുന്നോട്ട് പോകുക എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഒരു കടത്തുകാരന്റെ ഉത്തരവാദിത്തം പോലെ ആ തോണി ഇക്കരയിൽ നിന്ന് അക്കരെ എത്തിക്കാന്ന് മാത്രമേ നമ്മുടെ ദൗത്യമുള്ളൂ. അതില് പ്രായ ജാതി മത വർണ്ണ ലിംഗഭേദമൊന്നുമില്ല, എല്ലാം ഒന്ന് തന്നെ. പരിപൂർണ സമർപ്പണത്തോടു കൂടി ആരിവിടെ സമർപ്പിക്കുന്നോ അത് സ്വീകരിക്കപ്പെടും. ഒരു കച്ചവട താല്പര്യത്തോടു കൂടിയുള്ളൊരു ഭക്തിയോ ക്ഷേത്ര സമുച്ചയമോ അല്ല ഇത്. പരിപൂർണമായ ഭക്തിയോടുകൂടി മനുഷ്യന്റെ വ്യാകുലതകളെ മാറ്റി ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്ന ഒരു പുണ്യഭൂമിയായിട്ട് ഇത് മാറും എന്ന് തന്നെയാണ് എനിക്ക് തിരുവണ്ണാമലയിൽ നിന്ന് രമണാശ്രമത്തിനും അതുപോലെ തന്നെ മോനി ബാബ സിദ്ധയുടെ ആശ്രമത്തിനും. ഇതെന്ന് വെച്ചാല് പിന്നെ ഇത് യോഗ്യൊന്നുമല്ല, അതിന്റെ മേലെയാണെന്ന് പറയേണ്ടി വരും. കാരണം എന്താ വെച്ചാല് ഇത് ശരിക്കും പറഞ്ഞാൽ ഓരോന്നിനും ഓരോളെ നിയോഗിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പൊ ഇതിനായിട്ട് നിയോഗിച്ച ഒരു മനുഷ്യനാണ് നിങ്ങൾ. നമുക്കിവിടെ വന്നപ്പോൾ ഉണ്ടായ അനുഭവമാണ് പറയുന്നത്. ഒരു ഗുരു വന്നു കഴിഞ്ഞാലോ ഒരു ആചാര്യം വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ദേശവാസിയോ ഒരു ഭക്തനോ വന്നാലും അദ്ദേഹത്തെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ മനസ്സുള്ള ഒരു മനസ്സുണ്ടല്ലോ, അത് ഉത്തമമായ ഒരു ഗുരുവിൽ നിന്ന് കിട്ടാതെ ഒരിക്കലും സാധ്യമല്ല. ഗുരുവിനെ കണ്ണുകൊണ്ട് കണ്ടിനോ നിങ്ങൾ കണ്ടെന്ന് പറയും, പക്ഷെ അത് മറ്റുള്ളവർക്ക് അത് പറയാൻ കഴിയില്ല. കാരണം എന്തുകൊണ്ട് വെച്ചാല് ഗുരു ചൈതന്യം ഇല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു കാട്ടുമൂല പോലത്തെ സ്ഥലത്ത് കാട് വിളിച്ചു കൂടിയ സ്ഥലത്ത് ഇത്രയും പേര് നിങ്ങൾ ആക്കിയെടുക്കേണ്ടിക്കില്ല. അത് നിങ്ങളെ കഠിന പ്രയത്നം തന്നെയാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കർമ്മയോഗിയാണ് അല്ലെ. ആ ഇതിലാണ് താങ്കളുടെ സഞ്ചാരവും താങ്കളുടെ പ്രവർത്തനവും. ഭഗവാൻ എല്ലാം എത്തിച്ചോളും. അദ്ദേഹം എത്തിച്ചോളും. നിങ്ങൾക്ക് ആദ്യ ഉപദേശം കിട്ടിയത് മഞ്ഞുമലയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഉപദേശം എല്ലാം നിങ്ങൾക്ക് അവിടെ എത്തിക്കോളും. നീ അവിടെ പോയി ഇരുന്നാ മതി, എല്ലാം ശരിയായിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെയാണ് പറഞ്ഞത് അല്ലേ. നിങ്ങളായിട്ടൊന്നും ചെയ്യണ്ട, അതെല്ലാം ഞാനവിടെ എത്തിച്ചോ. നമ്മള് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സിനിമാ സംവിധായകനും തിരക്കഥാകൃത്തും എല്ലാം ഈശ്വരനാണ്, പ്രകൃതിയാണ്. അത്രേ ഉള്ളൂ. നമ്മളതിനെ അഭിനയിക്കാൻ ചുമതലപ്പെട്ട ഒരു അഭിനേതാവ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. കാരണം ഇതിൽ മറ്റൊന്നും നമുക്ക് യാതൊരു വ്യക്തിപരമായ താല്പര്യങ്ങളോ യാതൊരു സ്വാർത്ഥ താല്പര്യമോ സ്വാർത്ഥ ചിന്തകളോ ഈ വിഷയത്തിലില്ല. കാരണം ഒന്നും ആഗ്രഹിക്കുന്നുമില്ല, ഫലം ആഗ്രഹിച്ചിട്ട് കർമ്മം ചെയ്യുന്നില്ല. അതുകൊണ്ട് പരിപൂർണമായിട്ട് ഈശ്വര സങ്കല്പത്തിൽ ഗുരുപരമ്പരയുടെ കടാക്ഷമുണ്ട്. ഗുരു നിർദ്ദേശപ്രകാരം ഇത് ഭംഗിയായി